നമസ്കാരം. പ്ലസ് ടു ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ ആണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ? ഇറ്റ്സ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറൻറ്റ് ഇൻ എ സർക്യൂട്ട്. അതായത് ഒരു സർക്യൂട്ടിൽ കറൻറ്റ് ഉണ്ടോ എന്നറിയാൻ, കറൻറ്റ് മെഷർ ചെയ്യാനല്ല, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറൻറ്റ്. ഒരു സർക്യൂട്ടിൽ കറൻറ്റ് ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയ കാര്യമാണ്. അതായത് കറൻറ്റ് ക്യാരിയിങ് കോയിൽ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ടോർക്ക്. ഓക്കെ, അപ്പോൾ ഒരു കറൻറ്റ് പാസ് ചെയ്യുന്ന ഒരു കോയിൽ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് എക്സ്പീരിയൻസസ് എ ടോർക്ക്. ആ ടോർക്കിനുള്ള എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറൻറ്റ് ഇൻ എ സർക്യൂട്ട് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഇസ് ദാറ്റ് എ കറൻറ്റ് ക്യാരിയിങ് കോയിൽ പ്ലേസ്ഡ് ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ടോർക്ക്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. It consists of a coil with many turns and it is free to rotate about a fixed axis in uniform radial magnetic field. Radial magnetic field എന്താണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്ന ഒരു കോയിലാണ്. കൺസിസ്റ്റ് ഓഫ് മെനി ടേൺസ്. ആ കോയിലിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ് എബൌട്ട് എ ഫിക്സ്ഡ് ആക്സിസ്. ഇത് സസ്പെൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പിവട്ട് ചെയ്തിട്ടുള്ളൊരു കോയിലാണ്. അതിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇൻ ആൻ എക്സ്റ്റേണൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. There is a cylindrical soft-turned core which not only makes the field radial but also increases strength of the magnetic field. അതായത് ആ കോയിലിൻ്റെ കോറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, കോയിലിൻ്റെ സെൻറ്ററിലായിട്ട് we have a cylindrical soft-turned core. ഇപ്പോൾ സോഫ്റ്റ്-ടേണിൻ്റെ പ്രത്യേകത നമുക്കറിയാം. അതൊരു ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ അതിനുള്ളിലൂടെ പാസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പം അങ്ങനെയുള്ള സോഫ്റ്റ് ടേൺ ആണ് അവിടെ നമ്മൾ കോയിലിൻ്റെ കോറായിട്ട് യൂസ് ചെയ്യുന്നത്. നോക്കൂ, ഇതാണ് ഫിഗർ. ഫിഗറിൽ നമുക്ക് ഒരു പെർമനൻറ്റ് മാഗ്നറ്റ്, നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ ഓഫ് എ പെർമനൻറ്റ് മാഗ്നറ്റ് ക്യാൻ ബി സീൻ ഹിയർ. അപ്പോൾ ആ ഒരു പെർമനൻറ്റ് മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ദർ ഇസ് എ കോയിൽ. ആ കോയിലിൻ്റെ കോറായിട്ട് യൂസ് ചെയ്യുന്നത് സോഫ്റ്റ് ടേൺ കോറാണ്. അതായത് ആ സോഫ്റ്റ് ടേണിന് മുകളിലാണ് കോയിൽ വൈൻഡ് ചെയ്തിരിക്കുന്നത്, ചുറ്റിയിട്ടുള്ളത്. ആൻഡ് ദർ ഇസ് എ സ്പ്രിങ്, SP എന്ന് കാണുന്നതാണ് സ്പ്രിങ്. അത് കോയിലിന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുള്ള ഒരു സ്പ്രിങ് ആണ്. ഓക്കെ, ദെൻ ദർ ഇസ് എ pointer. Pointer is used to get an idea about flowing in the circuit. Then you have uniform radial magnetic field. Uniform radial magnetic field. See, ഫിഗറിൽ നമുക്ക് മനസ്സിലാവും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് പോകുന്നത് നോക്കൂ. സാധാരണ ഒരു നോർത്ത് പോൾ, മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ എങ്ങനെ വരയ്ക്കും? അതായത് രണ്ട് ഡിഫറെൻറ്റ് മാഗ്നറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു യൂണിഫോം ഫീൽഡ് നമ്മൾ പാരലൽ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക, അല്ലേ? പാരലൽ ലൈൻസ് ഉപയോഗിച്ചിട്ടാണ് യൂണിഫോം ഫീൽഡ് റെപ്രസെൻറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ പാരലൽ ലൈൻസ് അല്ല. എങ്ങനെയാണ്? ഒരു സർക്കിളിൻ്റെ റേഡിയസ് പോലെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. എന്തുകൊണ്ടാണ് റേഡിയസ് പോലെ വരച്ചിട്ടുള്ളത്? ആ സോഫ്റ്റ് ടേൺ കോറ് സെൻറ്ററിലുള്ളതുകൊണ്ട് ഫീൽഡ് ലൈൻസ് സോഫ്റ്റ് ടേൺ കോറിലൂടെ കടന്നാണ് മറ്റേ ഭാഗത്തേക്ക് പോകുക. അതായത് നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സൗത്ത് പോളിലേക്ക് എത്തുന്നതിന് മുമ്പ് ദി പാസ് ത്രൂ ദി സോഫ്റ്റ് ടേൺ കോർ. കാരണം സോഫ്റ്റ് ടേണിന് ഹൈ പെർമിയബിലിറ്റിയാണ്. സോ ഫീൽഡ് ലൈൻസ് പ്രിഫർ ടു പാസ് ത്രൂ ദി സോഫ്റ്റ് ടേൺ ദാൻ ത്രൂ എയർ. അപ്പോൾ ഇത്തരത്തിലുള്ള ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ, ഫീൽഡിനെയാണ് റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. ഓക്കെ, സോ ഹിയർ യു ഹാവ് എ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ഒരു ഫീൽഡിൻ്റെ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൾവേസ് ആംഗിൾ തീറ്റ
between the normal to the plane of the coil and magnetic field will be equal to 90 degree. Okay, ഇത്തരത്തിലുള്ള ഫീൽഡിനെയാണ്, അതായത് മാക്സിമം ഫീൽഡ് ആ കോയിലിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിലാണ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഫീൽഡിനെയാണ് റേഡിയൽ ഫീൽഡ് എന്ന് പറയുക. അപ്പോൾ വെൻ കറണ്ട് പാസസ് ത്രൂ ദ കോയിൽ, അപ്പോൾ ഏത് സർക്യൂട്ടിലാണോ നമുക്ക് കറണ്ട് മെഷർ ചെയ്യേണ്ടത്, അപ്പോൾ ആ സർക്യൂട്ടിൽ അല്ല ഒരു പെർട്ടിക്കുലർ കറണ്ട് ഉണ്ടാവും. So when current passes through this moving coil galvanometer, അതിൻ്റെ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് ഒരു ടോർക്ക് എക്സ്പീരിയൻസ് ചെയ്യും. So a torque acts on the coil. What is that torque? Tau equal to NIAB sin theta. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിറൈവ് ചെയ്ത എക്സ്പ്രഷനാണ്. ടോർക്ക് NIAB sin theta. തീറ്റയുടെ വാല്യൂ എത്രയാണ് ഇവിടെ? റേഡിയൽ ഫീൽഡാണ്. സോ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ തീറ്റ 1. അപ്പോൾ ടോർക്ക് ഈക്വൽ ടു NIAB. ദാറ്റ് ഇസ് ദ മാക്സിമം അല്ല, മാക്സിമം ടോർക്കാണത് തീറ്റ 90 ആകുമ്പോൾ. സോ ടോ ഈക്വൽ ടു NIAB. അപ്പോൾ ഈ ടോർക്കിൻ്റെ ഒരു ഇഫക്റ്റ് എന്താണ്? കോയിലിൽ ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ, കോയിൽ എന്നല്ല ഏതൊരു ബോഡിയിലും ഒരു ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇവിടെയും when torque acts on that coil, the coil has a tendency to turn, to rotate. Okay, അപ്പോൾ എന്ത് സംഭവിക്കും? So the magnetic torque NIAB tends to rotate the coil. പക്ഷേ അവിടെ ഒരു സ്പ്രിങ് അറ്റാച്ച് ചെയ്ത് നമ്മൾ കണ്ട ഫിഗറിൽ ആ സ്പ്രിങ് കാരണം ഒരു കൗണ്ടർ ടോർക്ക്, അതായത് ഈ റൊട്ടേറ്റിംഗ് ടോർക്കിനെ ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ ഒരു ടോർക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ഓക്കെ, സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ എ സ്റ്റഡി ആംഗുലാർ ഡിഫ്ലക്ഷൻ. അതായത് ആ കോയിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഈ ടോർക്ക്, ടേണിംഗ് ടോർക്ക് ആക്ട് ചെയ്യുമ്പോൾ an opposite torque acts such that the rotating torque can be balanced. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടൊരു ആംഗുലാർ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യും. ആ ഒരു ഡിഫ്ലക്ഷൻ നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ആ ഡിഫ്ലക്ഷൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ it will be K5. ഓക്കെ, അപ്പോൾ K5 എന്താണ്? റൊട്ടേറ്റിംഗ് ടോർക്കാണ് NIAB, അതിനെ ഒപ്പോസ് ചെയ്യുന്ന ടോർക്കാണ് K5. ദാറ്റ് ഇസ് ആക്ടിങ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എന്തായിരിക്കും അവസ്ഥ? ഇക്വിലിബ്രിയത്തിൽ ഈ റൊട്ടേറ്റിംഗ് ടോർക്കും K5 എന്നുള്ള ടോർക്കിന് നമുക്ക് റിസ്റ്റോറിങ് ടോർക്ക് എന്ന് പറയാം. ഓക്കെ, റിസ്റ്റോറിങ് ടോർക്ക്. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് ടോർക്കും റിസ്റ്റോറിംഗ് ടോർക്കും ഈക്വൽ ആയിരിക്കും. സോ ഇൻ ഇക്വിലിബ്രിയം K5 equal to NIAB. NIAB is the rotating torque, K5 is the restoring torque, where K is the torsional constant of the spring, where K is the torsional constant of the spring. ഈ ഒരു കാര്യം നമുക്ക് K എന്ന് പറയുന്നത് for a given material it remains constant. K is a constant for a given material. Now the deflection phi is indicated on the scale by a pointer attached to the spring. ആ phi എന്നുള്ള ഡിഫ്ലക്ഷൻ നമുക്ക് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്യാവുന്നതാണ്. പുറത്ത് ഉപയോഗിക്കുന്ന, അതായത് എക്സ്റ്റേണലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഡിഫ്ലക്ഷൻ phi can be measured. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ K5 is equal to NIAB. Then phi equal to, okay, phi നമുക്ക് മെഷർ ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു സ്കെയിൽ അറേഞ്ച്മെൻറ്റ് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് മെഷർ ചെയ്യാം. സോ phi equal to NAB by K into I. ആ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് K5 equal to NIAB എന്നുള്ള ഇക്വേഷനിൽ നിന്ന് phi equal to NIAB by K അല്ലെങ്കിൽ NAB by K into I. ഈ ഒരു ക്വാണ്ടിറ്റി, അതായത് NAB by K, അത് ബ്രാക്കറ്റിൽ കൊടുക്കാൻ കാരണം എന്താണ്? അതിലുള്ള എല്ലാ ടേംസും കോൺസ്റ്റൻ്റ് ആണ് ഫോർ എ ഗിവൺ ഗാൽവനോമീറ്റർ. N നമ്പർ ഓഫ് ടേൺസ് ആണ്, A ഏരിയ ഓഫ് ദ കോയിൽ, B മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, K ടോർഷണൽ കോൺസ്റ്റൻറ്റ്. ഈ കാര്യങ്ങളൊക്കെ ഒരു ഗാൽവനോമീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഫോർ എ ഗിവൺ ഗാൽവനോമീറ്റർ ഓൾ ദീസ് ക്വാണ്ടിറ്റീസ് ആർ കോൺസ്റ്റൻറ്റ്സ്. അപ്പോൾ NAB by K remains constant. Okay,
അപ്പോൾ നമുക്ക് കിട്ടുന്ന phi, the deflection that is proportional to the current passing through the coil. നമുക്ക് വേണ്ടത് കറണ്ട് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ കറണ്ട് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ കറൻറ്റിനനുസരിച്ച് ഈ phi എന്ന് പറയുന്ന ഡിഫ്ലക്ഷൻ വേരിയേഷൻ വരും. ഓക്കെ, സോ phi പ്രപ്പോർഷണൽ ടു I എന്ന് എഴുതാം. NAB/K കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് we can write phi proportional to I. Okay, so by finding out phi we can check whether there is current flowing through the circuit, അല്ലെങ്കിൽ whether the quantity of current is increasing or decreasing. ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് ഡിഫ്ലക്ഷൻ phi കൂടും, അതിൽ കറണ്ട് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ ഡിഫ്ലക്ഷൻ phi കുറയും. സോ എനിവേ ദ വാല്യൂ ഓഫ് phi gives an idea about the current flowing through the circuit. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം അറിയാമെങ്കിൽ, അതായത് NAB/K ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് ഗാൽവനോമീറ്റർ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാവുന്നതാണ്. ആ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഇസ് ഓൾസോ നോൺ ആസ് ഗാൽവനോമീറ്റർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗാൽവനോമീറ്റർ ഇസ് യൂസ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കറണ്ട്. പക്ഷേ ഇത് നമുക്ക് എന്തിനു ഉപയോഗിക്കാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. ഗാൽവനോമീറ്റർ കനോട്ട് ബി യൂസ് ടു, ഗാൽവനോമീറ്റർ ആസ് സച്ച് കനോട്ട് ബി യൂസ് ടു മെഷർ കറണ്ട്. കറണ്ട് ഉണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാൻ ഗാൽവനോമീറ്റർ ഉപയോഗിക്കാം, പക്ഷേ കറണ്ട് എത്രയാണ് എന്ന് മെഷർ ചെയ്യാൻ ഗാൽവനോമീറ്റർ അതേപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ ദാറ്റ് വി ഹാവ് ടു മോഡിഫൈ ദ ഗാൽവനോമീറ്റർ. അതൊരു ഗാൽവനോമീറ്റർ മോഡിഫൈ ചെയ്തിട്ട് മാത്രമേ നമുക്കത് കറണ്ടിൻ്റെ മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.